നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും ഗമാലിയേലിന്റെ ഇടപെടൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 33 മുതൽ 42 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ നാളുകൾക്ക് മുമ്പ് ത്യൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നു. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുഗമിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതായി തീരുകയും ചെയ്തു. അവൻ്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തൻ്റെ പക്ഷം ചേരുവാൻ നശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെയും ചെതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷം എന്ന് വരികിൽ അത് നശിച്ച് പോകും. ദൈവികം എങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ട് പോയി. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തടവിൽ നിന്ന് പുറത്തു വന്ന അപ്പോസ്തലന്മാരോട്, നിങ്ങൾ ഇനി യേശുവിൻ്റെ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് അമർത്തിയായി കൽപ്പിച്ചു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് ഞങ്ങൾക്ക് അറിയിക്കാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുരിശിൽ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ കാര്യം, യേശു ജീവിക്കുന്നു എന്നുള്ള കാര്യം പ്രസംഗിക്കാനായിട്ട് ഞങ്ങളോട് കൽപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ മരണം വരെ, അല്ലെങ്കിൽ ലോകാവസാനം വരെ, ഞങ്ങൾ അവൻ്റെ സാക്ഷികൾ ആകും എന്ന് ധൈര്യത്തോടെ പറഞ്ഞു. അപ്പോൾ ഇവർ കോപക്രാന്തരായിട്ട് ഇവരെ ഒടുക്കിക്കളയാനായിട്ട് അടുക്കും. വാളുമൊക്കെ ആയിട്ടായിരിക്കും അടുത്തത്. അപ്പോൾ ദൈവം ഗമാലിയേൽ എന്നൊരു ദൈവദാസനെ എഴുന്നേൽപ്പിക്കുക. നമുക്കറിയാം, ഗമാലിയേലിൻ്റെ പാദത്തെങ്കിൽ ഇരുന്നാണ് പൗലൂസ് ദൈവവചനം അതിൻ്റെ ഉപരിപഠനം നടത്തിയത്. അപ്പോൾ അദ്ദേഹം മഹാപണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം വളരെ ധാർമ്മികതയുള്ള ആളാണ്. ധർമ്മോപദേഷ്ടാവെന്നാണല്ലോ നമ്മൾ വായിച്ചത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വളരെ തിടുക്കത്തിൽ ഒരു ആക്ഷൻ എടുക്കരുത്. കാരണം ഇതിനു മുൻപ് ഒരു ത്യൂദാസ് എന്ന് പറഞ്ഞ ഒരാൾ താൻ മഹാനാണെന്ന് പറഞ്ഞു 400 ആളുകൾ അവൻ്റെ പുറകെ കൂടി. കുറച്ച് കഴിഞ്ഞപ്പം അവന് നശിച്ചു. അവൻ്റെ പിന്നാലെ പോയി ഒരു ചെതറിയിൽ പോവുകയും ചെയ്തു. പിന്നെ ഗലീലക്കാരനായ യൂദ എന്ന് പറഞ്ഞ ഒരുത്തൻ എഴുന്നേറ്റ് അവനും ജനത്തെ വശീകരിച്ചു. അവന് നശിച്ചു. അവൻ്റെ കൂടെ പോയി നശിച്ചു. അപ്പോൾ ഈ റോമാ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ നയിക്കാൻ ഓരോരുത്തർ ഓരോ കാലത്ത് മുന്നോട്ട് വരുന്നിട്ടുണ്ട്. പക്ഷേ ഈ പീഡയും പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ ചെതറിപ്പോയി, അവരൊക്കെ നശിച്ചിട്ടുണ്ട്. അതാണ് ഗമാലിയേൽ പറയുന്നത്. യേശു ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടക്കുന്നു. പക്ഷേ അത് വെറും മാനുഷികമാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അതങ്ങ് നിന്നോളും. നേരെ മറിച്ച് ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവരെ നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അവരെ നശിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നല്ലതല്ല. കാരണം നമ്മൾ ദൈവത്തോട് പോരാടുന്നുവെന്ന് വരും എന്ന് പറഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് യേശു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞാൻ അശരീരി കേൾപ്പിക്കുമെന്നോ
അല്ലെങ്കിൽ ഞാൻ ആളുകളെ അടിച്ച് താഴെ വീഴിക്കുമെന്നോ അല്ലെ അവരെ ഭസ്മമാക്കുമെന്നോ ഒന്നുമല്ല. 118 സംഗീതത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, എന്നെ സഹായിക്കുന്നതോടുകൂടെ യഹോവയുടെ പക്ഷത്ത് ഉണ്ട്. അങ്ങനെ നമുക്കെടുക്കാം. ഇപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ഈ സുവിശേഷക്കാരുടെ ശത്രുവായ ഒരു മനുഷ്യൻ ഗമാലിയേൽ, മഹാപണ്ഡിതനായ ഗമാലിയേൽ, അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, മാനുഷികമാണെങ്കിൽ തന്നെ കെട്ടുപൊക്കോളും, ദൈവികമെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, അതുകൊണ്ട് നമുക്കിത് അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ട് ഇപ്പം നമ്മൾ അടങ്ങിപ്പാർക്കുക. അവരതനുസരിച്ചു. അവർ പറഞ്ഞ് നമുക്ക് 2 എണ്ണം കൊടുത്ത് ഇവരെ ഓടിക്കാം എന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാരെ അടിപ്പിച്ചു. മേലാൽ ഈ നാമത്തിൽ സംസാരിച്ചേക്കരുത്, പൊക്കൂ എന്ന് പറഞ്ഞ് അവർ എല്ലാവരെയും അടിച്ചു. പക്ഷേ യേശുവിനെ അടിച്ചാണല്ലോ, പിലാത്തോസ് ചമ്മട്ടി കൊണ്ടാണല്ലോ യേശുവിനെ അടുപ്പിച്ചത്. സാരമില്ല, യേശു അത് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ച ലോകം നിങ്ങളെ ഉപദ്രവിക്കും, എന്നെ പകച്ച ലോകം നിങ്ങളെയും പകയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരത് അറിയാതെ ചെയ്യുന്നതാണ്. യേശുവിൻ്റെ കാര്യത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ യേശുവിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് ഒരു നിലനിൽത്തിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത് അവരറിയുന്നില്ല, അതുകൊണ്ട് സാരമില്ല, അവരുടെ അറിവുകേടാണ്, അജ്ഞതയാണ്. നിങ്ങളുടെ ശരീരത്തിനൊരു വേദനയുണ്ടായി, സാരമില്ല. അവർ ചെയ്തത് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് തന്നെ വഹിക്കും. അതാണ്, സന്തോഷിച്ചുകൊണ്ട് അവർ അവിടുന്ന് പുറത്തോട്ട് പോയി. ഒരു പിന്നെയും അവർ യേശു ക്രിസ്തുവാണെന്ന് തെളിയിച്ചോട്ട്. പ്രിയപ്പെട്ടവരെ, ഉപദ്രവത്തിനോ തടവിനോ ഒന്നും ക്രിസ്ത്യാനിത്വത്തെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ കർത്താവ് തടവിനെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്, ലോകാവസാനത്തോളം ജീവിക്കുന്നവനാണ്. തീർച്ചയായിട്ടും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് സഹായം വേണമെങ്കിൽ ചെയ്തു തരാനായിട്ട് കർത്താവിന് കഴിയും. എന്നാൽ ചന്ദ്രക്ക് മേശ അഭേദനവും ബാലന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ തീയിൽ നിന്ന് വിടുവിക്കാനും കഴിയും, വിടുവിക്കാതിരിക്കാനും കഴിയും. ദാനിയേൽ പറഞ്ഞ പോലെ സിംഹത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയും, വിടുവിക്കാതിരിക്കാൻ കഴിയും. രണ്ടായാലും ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ യേശുവിൻ്റെ ദാസന്മാർക്ക് ചില സ്ഥലത്ത് പീഡയായിരിക്കും, ഉപദ്രവമായിരിക്കും, അടിയായിരിക്കും, ചിലപ്പോൾ രക്തസാക്ഷി മരണമായിരിക്കും. അത് കർത്താവിൻ്റെ ഇഷ്ടം. ഏതു തന്നെ ആയാലും ദൈവനാമം മഹത്വപ്പെടും, ഭാവിയിൽ അതിൻ്റെ നന്മയുണ്ടായിത്തീരും. അതുകൊണ്ട് അപ്പോസ്തലന്മാർ വളരെ സന്തോഷിച്ചുകൊണ്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.